CBI അറസ്റ്റ് ചെയ്ത മണിപ്പൂരിലെ മെയ്തേ സംഘടനാ നേതാവ് കനാൻ സിംഗിനെ മണിപ്പൂരിൽ നിന്ന് അസമിലെ ഗുവാഹത്തിയിലേക്ക് മാറ്റി. കനാൻ സിംഗിന്റെ അറസ്റ്റിന് പിന്നാലെ ഇംഫാലിലടക്കം വലിയ സംഘർഷം രൂപപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് CBI നീക്കം. CBI അഴിമതി വിരുദ്ധ ബ്രാഞ്ചാണ് കഴിഞ്ഞ ദിവസം കാനൻ സിംഗിനെ അറസ്റ്റ് ചെയ്തത്. മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ ഇയാൾക്ക് നിർണായക പങ്കുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നായിരുന്നു നടപടി. പിന്നാലെ ഇയാളെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് അനുയായികൾ തെരുവിലിറങ്ങുകയായിരുന്നു. തലസ്ഥാനമായ ഇംഫാലിലടക്കം പ്രതിഷേധക്കാർ പോലീസുമായി ഏറ്റുമുട്ടി. ലാത്തിചാർജിൽ ഒരാൾ മരിച്ചു. റോഡിൽ ടയറും തടികളും കൂട്ടിയിട്ട് കത്തിച്ചു. നിരവധി വാഹനങ്ങൾക്കും കടകൾക്കും തീവച്ചു. ചിലയിടങ്ങളിൽ വെടിവെപ്പ് ശബ്ദവും കേട്ടു. പ്രതിഷേധം വ്യാപിച്ചതോടെ കാനൻ സിംഗിനെ CBI സംഘം ഇംഫാലിൽ നിന്ന് ഗുവാഹത്തിയിലേക്ക് മാറ്റി. സ്ഥിതി വഷളാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് 5 ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. സംഘർഷം കനത്ത ബിഷ്ണുപൂർ ജില്ലയിൽ പൂർണ്ണ കർഫ്യൂ പ്രഖ്യാപിച്ചു. ഇന്റർനെറ്റ് സേവനങ്ങളും റദ്ദാക്കി. അതിനിടെ മണിപ്പൂരിൽ സമാധാനം പുലരാത്തതിന് കാരണം കേന്ദ്ര സർക്കാർ എന്ന ആരോപണവുമായി പ്രിയങ്ക ഗാന്ധി രംഗത്തെത്തി. പ്രധാനമന്ത്രി മണിപ്പൂരിനെ വിധിക്ക് വിട്ടുകൊടുത്തു. സമാധാനത്തിനായി ഒന്നും ചെയ്തില്ലെന്നും പ്രിയങ്ക വിമർശിച്ചു. ക്രമസമാധാന പ്രശ്നങ്ങളിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മണിപ്പൂരിലെ MLA മാരുടെ സംഘവും ഗവർണറെ നേരിട്ട് കണ്ടു. 24 ഡൽഹി.